കാക്കിക്കുള്ളിലെ കലാഹൃദയം നമ്മൾ പലപ്പോഴും കണ്ടതാണ്, പോലീസുകാരുടെ കലകളെല്ലാം തന്നെ. പക്ഷേ കറുത്ത ഗൗണണിഞ്ഞ അഭിഭാഷകരുടെ കലകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? അവർക്കുമുണ്ട് ചില കലകൾ. കേരളത്തിൽ ആദ്യമായിട്ട് അഖില കേരള അഭിഭാഷക കലോത്സവം കൊല്ലത്ത് നടക്കുകയാണ്. 30 ബാർ അസോസിയേഷനിൽ നിന്ന് 300-ൽ പരം അഭിഭാഷകരാണ് ഇത്തരത്തിലുള്ള കലകളുടെ മാറ്റുരയ്ക്കാനായി കൊല്ലത്തേക്ക് എത്തുന്നത്. 21 ഇനങ്ങളിലാണ് ഇവർ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഈ കോടതിക്കകത്ത് മാത്രമല്ല ഇവരുടെ ഏറ്റുമുട്ടൽ, ഇനി നടക്കാൻ പോകുന്നത് വേദിക്ക് ഉള്ളിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ നടക്കാം. നമുക്ക് നമ്മളോടൊപ്പം ഭാരവാഹികളടക്കം ചേരുന്നു. ആദ്യമായിട്ടായിരിക്കും അല്ലേ അഭിഭാഷകർ അവരുടെ കലകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഗ്വാദം? നിശ്ചയമായും ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു കലോത്സവം സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് അഭിഭാഷകരാണ്. അപ്പോൾ ആ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന അഭിഭാഷകർക്ക് അതിൽ നിന്നൊരു മാറ്റം, ആ മാറ്റം എന്ന അർത്ഥത്തിലാണ് കൊല്ലം ബാർ അസോസിയേഷൻ്റെ ഏറ്റവും വിപ്ലവാത്മകമായിട്ടുള്ള ഒരു വിഭാവനയാണ് ഈ സംസ്ഥാന കലോത്സവം. അതാണ് ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കറുത്ത ഗൗണണിഞ്ഞ ആളുകളുടെ മനസ്സിനുള്ളിലും ഒരു കലാഹൃദയമുണ്ട്. തീർച്ചയായും നിരവധി കലാകാരന്മാരുള്ള സിനിമാ നടന്മാരടക്കമുള്ള മുകേഷ് അടക്കമുള്ളവർ നമ്മുടെ ബാറിലെ മെമ്പർമാരാണ്. അതോടൊപ്പം തന്നെ നിരവധി മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്, MP-മാരുണ്ട്, അങ്ങനെ നിരവധി സ്പീക്കറുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി കലാകാരന്മാരടങ്ങിയ ഒരു വലിയൊരു സമൂഹമാണ് അഭിഭാഷകർക്കുള്ളത്. ഈ ഒരു 3 ദിവസത്തോടുകൂടി ഇവിടുത്തെ ആ കലാഹൃദയം കേരളം കാണാൻ പോവുകയാണ്, ഒരുക്കം തുടങ്ങാൻ പോവാ. കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപക്ഷെ ഡാൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും, പിന്നീട് ഇപ്പോഴായിരിക്കും ആണോ? അതെ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ പലപ്പോഴും കാക്കിക്കുള്ളിലെ കലാകാരന്മാരെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ കറുത്ത കോട്ടിനുള്ളിലെ കലാകാരന്മാരെയും കലാകാരികളുടെയും ഒരു പ്രകടനം തന്നെയാണ് ഈ 3 ദിവസങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. ഈ അടുത്ത കാലത്ത് വക്കീലായ ആളായിരിക്കും എന്തായാലും. കോളേജിൽ നിന്ന് ഇറങ്ങിയോളൂ. കഴിഞ്ഞ ഒക്ടോബറിൽ എൻറോൾ ആയതേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത് വളരെ നല്ലൊരു പ്രോഗ്രാമാണ് നമ്മൾ ബാർ അസോസിയേഷനിലെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നത്. എന്തുകൊണ്ടും കലകളൊക്കെ മറച്ചു വെച്ചിരുന്നവർക്കും കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സെമിനാർസും അസൈൻമെൻറ്റ്സും നമുക്കൊന്നും ടൈം കിട്ടാറില്ല ഇതിലുള്ള കാര്യങ്ങളൊന്നും. ഞാനും ഒന്നിലും കോളേജിലൊന്നും എൻജോയ് ചെയ്തിട്ടില്ല. ഇതിപ്പം നല്ല രീതിയിൽ നടക്കണമെന്ന്. ഔദ്യോഗിക വേഷത്തിൽ നമുക്കിന്ന് പോകാൻ പറ്റത്തില്ലല്ലോ. അത് സാറുമാർ എന്തായാലും മുതിർന്ന ആളുകളുടെ വക്കീലെ കാലങ്ങൾക്ക് ശേഷമായിരിക്കുമല്ലോ അങ്ങനത്തെ ഒരു. അതെ, ഞാൻ 30 വർഷമായിട്ട് അഭിഭാഷക രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇവിടെ ഹസ്കർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പുതിയ ഇവൻ്റ് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുകയാണ്. അഭിഭാഷകർ കോടതിയിൽ ഏറ്റുമുട്ടുന്നതിനേക്കാൾ കരുത്തോടുകൂടി അഭിഭാഷകർ കോടതിയിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങുമ്പോൾ വളരെ സുഹൃത്തുക്കളാണ്. ഇത് നമ്മളെ മത്സരവേദികളിൽ ആദ്യം കേരളത്തിലെ എല്ലാ ബാർ അസോസിയേഷനിലുള്ള നമ്മൾ ഏകദേശം 84 ബാർ അസോസിയേഷൻ ഉണ്ടാവില്ല. 84 ബാർ അസോസിയേഷൻ വെച്ചാൽ അതിൽ 30 പേര് മാത്രമാണ് ഇതിലുണ്ട്. ഇതൊരു തുടക്കം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കുറേ പോരായ്മകളൊക്കെ ഉണ്ടാകും, പക്ഷേ പോലും അത് പരിഹരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനാണ് പുതിയ തുടക്കം. വക്കീലെ, ഒരു പുതിയ സംരംഭമാണ്. നമ്മുടെ കലാകാരന്മാരായിട്ടുള്ള അഭിഭാഷകരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനകത്ത്. ഗൗണിനുള്ളിൽ നടന്മാരൊക്കെ ഇഷ്ടംപോലുള്ള ബാർ അസോസിയേഷൻ. ഒപ്പനയ്ക്കുണ്ടോ? ഇല്ല. ഇപ്പം ഈ കൂട്ടത്തിൽ മണവാട്ടിയിട്ടൊന്നുമില്ല. ഇല്ല. എന്തായാലും ഇനി ആ കലാകാരന്മാരായ അഭിഭാഷകരെ നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ കാണുകയാണ്. ഇനി ഇത് നടക്കാൻ പോകുന്ന മത്സരങ്ങളിൽ ആര് ജയിക്കുമെന്നുള്ളതും അതിൻ്റെ എല്ലാം തന്നെ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും ഇനി കൊല്ലത്ത് ആദ്യമായിട്ടാണ്, അത് രാജ്യത്ത് ആദ്യമായിട്ട് നടക്കുന്ന ഈ ഒരു കലോത്സവം കൊല്ലത്താണ് നടക്കുന്നത്. ഇനി വരും വർഷങ്ങളിലെല്ലാം മറ്റ് ജില്ലകളിലേക്കൊക്കെ ഇത് വ്യാപിപ്പിക്കാനാണ് ഈ അഭിഭാഷകരുടെ തുടക്കം. എന്തായാലും അഭിഭാഷകർക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് S. അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.